ഹൃദയോദ്ദീപകം ജീവദായകം. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, അനുതാപത്തിൻ്റെയും പരിത്യാഗ പ്രവൃത്തികളുടെയും ആത്മനിയന്ത്രണത്തിൻ്റെയും നോമ്പ് കാലത്തിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണല്ലോ. എല്ലാവർക്കും ആദ്യമേ തന്നെ വിശുദ്ധമായ ഒരു നോമ്പ് കാലം ആശംസിക്കുകയാണ്. നമുക്കെല്ലാവർക്കും യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്. നോമ്പ് കാലം ഒരു ആത്മീയ തീർത്ഥയാത്രയാണ്. 3 യാത്രകളാണ് നമ്മൾ ഈ നോമ്പിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 1 ദൈവത്തിലേക്കുള്ള യാത്രയാണ്, 2 സഹോദരങ്ങളിലേക്കുള്ള യാത്രയാണ്, 3 നമ്മിലേക്കുള്ള യാത്രയാണ്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്കുള്ള യാത്രയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനവിചിന്തനത്തിൻ്റെ 1ാമത്തെ ഭാഗം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ആത്മീയ തീർത്ഥയാത്രയെക്കുറിച്ചാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്ന മനോഹരമായൊരു വചനമുണ്ടല്ലോ, നിനക്കുണ്ടായിരുന്ന ആദ്യ സ്നേഹം നീ കൈവെടിഞ്ഞു, അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്ന് അധപതിച്ചുവോ അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. പ്രിയമുള്ളവരെ, നമ്മൾ നടത്തുന്ന ഈ യാത്രകളുടെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ആ യാത്രകളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം ആദ്യ സ്നേഹത്തിലേക്ക് തിരികെ നടക്കുക എന്നുള്ളതാണ്. ദൈവത്തോടുള്ള എൻ്റെ സ്നേഹത്തിൽ, സഹോദരങ്ങളോടുള്ള എൻ്റെ സ്നേഹത്തിൽ, എന്നോട് തന്നെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ ആദ്യ സ്നേഹത്തിലേക്കൊന്ന് തിരികെ നടക്കാനുള്ള കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് കാലഘട്ടം. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒന്ന് ഓർത്ത് നോക്കി, നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിൽ അപ്പൻ്റെയും അമ്മയുടെയും കരങ്ങൾ പിടിച്ച് ഈശോയുടെ അടുക്കലേക്ക് നമ്മൾ കുർബാനയ്ക്ക് ഓടിപ്പോയിരുന്ന ആ നിഷ്കളങ്ക ബാല്യത്തെക്കുറിച്ച്, വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്തൊക്കെ വലിയ തീക്ഷ്ണതയോടുകൂടെയല്ലേ നമ്മൾ പള്ളിയിലേക്കൊക്കെ ഓടിപ്പോയിരുന്നത്. ആ ഒരു തീക്ഷ്ണതയ്ക്ക് അല്പമെങ്കിലും മങ്ങലേറ്റിട്ടില്ലേ? തിരികെ നടക്കാം ദൈവത്തോടുള്ള ആ ആദ്യ സ്നേഹത്തിലേക്ക്. ഇനി നമ്മുടെ വിവാഹിതരാണെങ്കിൽ നമ്മുടെ ദാമ്പത്യത്തിൻ്റെ ആദ്യ ദിനങ്ങളിലേക്കൊന്ന് ഓർത്ത് നോക്കിയേ. നമ്മുടെ ജീവിത പങ്കാളിയോട് നമുക്കുണ്ടായിരുന്ന ആദ്യ ദിവസങ്ങളിലെ സമർപ്പണം, വിശ്വസ്തത, സ്നേഹം, പരിഗണന, ഇതൊക്കെ ഇപ്പോഴും അതേ അളവിലുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കാനും, അത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ആദ്യ സ്നേഹത്തിലേക്ക് ഒന്ന് തിരികെ നടക്കാനുമുള്ള സമയമാണ് ഈ നോമ്പ് കാലം. ഇനി 3ാമതുള്ള യാത്ര എന്നിലേക്ക് തന്നെയുള്ള യാത്രയാണ്. എന്നെ തന്നെ സ്നേഹിക്കാൻ ഞാൻ തീരുമാനിക്കുന്ന കാലഘട്ടം കൂടിയാണ് ഈ നോമ്പ് കാലഘട്ടം. എൻ്റെ കുറവുകളോടും എൻ്റെ പോരായ്മകളോടും എൻ്റെ ബലഹീനതകളോടും കൂടെ ഞാൻ എന്നെ സ്നേഹിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവർ ഈ നോമ്പ് കാലം കൂടുതൽ അർത്ഥപൂർണ്ണമായിട്ട് മാറുന്നത്. എൻ്റെ വചനവിചിന്തനത്തിൻ്റെ 1ാമത്തെ ഭാഗം ഈ യാത്രയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. 3 വാക്കുകൾ ഞാൻ പറയുകയാണ്. 1 റിമെമ്പർ, 2 റിപ്പൻറ്റ്, 3 റിപ്പീറ്റ്. അപ്പോൾ ഈ യാത്ര നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പഴയ കാലത്തെക്കുറിച്ച് ഓർക്കുന്നു, ആദ്യ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുന്നു, റിമെമ്പർ. 2 ആ ആദ്യ സ്നേഹത്തിൽ നിന്ന് നമ്മൾ വഴുതിപ്പോയ നിമിഷങ്ങളെ ഓർത്ത് നമ്മൾ അനുതപിക്കുന്നു, റിപ്പൻറ്റ്. 3 ആദ്യത്തെ പ്രവൃത്തികൾ നമ്മൾ അനുദപിച്ച് ചെയ്യുന്നു, റിപ്പീറ്റ്. അങ്ങനെ 3 കാര്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അനുദപിച്ച് നമുക്ക് ആദ്യ സ്നേഹത്തിലേക്ക് തിരികെ നടക്കാം. നോമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉപേക്ഷിച്ചു എന്നുള്ളത് മാത്രമല്ല. നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ അതെ കുറേ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ കുറേ കാര്യങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രമായില്ല നോമ്പ് എന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ വളർന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ എത്രമാത്രം ദൈവത്തോടുള്ള സ്നേഹത്തിൽ നമ്മൾ വളർന്നു, സഹോദരങ്ങളുമായുള്ള സ്നേഹത്തിൽ നമ്മൾ വളർന്നു, അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ വചനവിചിന്തനത്തിൻ്റെ 2ാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം, നോമ്പ് പലതരത്തിലുണ്ട്. 3 നോമ്പുണ്ട്, 8 നോമ്പുണ്ട്,
15 നോമ്പുണ്ട്, പിന്നെ 50 നോമ്പുണ്ട്, 25 നോമ്പുണ്ട്. 25 നോമ്പ് വരെയൊക്കെ എല്ലാവർക്കും എടുക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ 50 നോമ്പെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇച്ചിരി മടിയാണ്. കാരണം 50 ദിവസം ഇത്രയും പിടിച്ചു നിൽക്കാമെന്ന് പറയുന്നത് എളുപ്പമില്ല അച്ഛാന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലരും ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നോമ്പെടുക്കാനായിട്ട് മടി കാണിക്കുന്നത് കുട്ടികളുടെ പേര് പറഞ്ഞുകൊണ്ടാണ്. മാതാപിതാക്കൾ പറയും, പിള്ളേർക്ക് ഇറച്ചിയും മീനൊന്നും ഇല്ലാണ്ട് പറ്റില്ല അച്ഛാ, അതുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ ഇറച്ചിയും മീനൊക്കെ വാങ്ങണേ. പിന്നെ മക്കൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോൾ വെന്തോന്ന് നോക്കാനായിട്ട് ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെ എൻ്റെ നോമ്പും പോവും. അങ്ങനെയാണ് നമ്മുടെയൊക്കെ വീടുകളിലെ നോമ്പിൻ്റെ അവസ്ഥ, ചിലരുടെ വീടുകളിലെങ്കിലും. പിന്നെ കുറേ പേര് പറയാറുണ്ട്, ഭക്ഷണത്തിൽ നോമ്പെടുക്കുന്നതിൽ മാത്രമല്ല കാര്യമുള്ളത്, മറിച്ച് മനസ്സ് നന്നായാൽ മതി എന്ന് കുറേ പേര് പറയാറുണ്ട്. ആ ഒരു വാദം പൂർണ്ണമായിട്ടും ശരിയല്ല. കാരണം ഭക്ഷണത്തിൽ നോമ്പെടുക്കുന്നതിലും വലിയ കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ശരീരത്തിൽ നമ്മൾ നോവെടുത്ത് പ്രാർത്ഥിച്ചാൽ, ശരീരത്തിൽ നമ്മൾ വേദനിച്ച് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാനത് ഏതാനും ചില ഉദാഹരണങ്ങളോട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ആദ്യമേ തന്നെ നമ്മൾ പോകുന്നത് പുറപ്പാട് പുസ്തകത്തിലേക്കാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശ ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. 17-ാം അധ്യായത്തിൽ ജോഷുവയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ ജനം അമലേക്യരുമായിട്ട് ചെയ്യുന്ന യുദ്ധമുണ്ട്. ആ അമലേക്യരുമായി ചെയ്യുന്ന യുദ്ധത്തിൽ മോശയാണ് ഇസ്രായേൽ ജനത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. 11-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: മോശ കരങ്ങളുയർത്തി പിടിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടേയിരുന്നു, കരങ്ങൾ താഴ്ത്തിയപ്പോഴെല്ലാം അമലേക്യർക്കായിരുന്നു വിജയം. എന്ന് വെച്ചാൽ മോശ വലിയ ത്യാഗത്തോടെ കരങ്ങളുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽ വിജയിച്ചു. മോശ തൻ്റെ ശരീരത്തിൽ സഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേലിന് വലിയ വിജയമുണ്ടായി. മോശയുടെ കരങ്ങൾ എപ്പോഴാണോ തളർന്നു പോയത്, മോശയുടെ കരങ്ങൾ എപ്പോഴാണോ ക്ഷീണിച്ചു പോയത്, അപ്പോൾ ഇസ്രായേൽ തോറ്റുപോവുകയാണ്. അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? മോശയുടെ കരങ്ങൾ ഉയർന്നപ്പോൾ വലിയൊരു ദൈവിക ഇടപെടലാണ് അവിടെ സംഭവിക്കുന്നത്. മോശ തൻ്റെ ശരീരത്തിൽ സഹനങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ വലിയൊരു ദൈവിക ഇടപെടലാണ് പ്രിയപ്പെട്ടവരെ അവിടെ സംഭവിച്ചതെന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്കാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ദാനിയേൽ ഇങ്ങനെ ഉപവസിക്കുന്നതായിട്ട് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വചനം ഇപ്രകാരം പറയുന്നു: ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചക്കാലത്തേക്ക് വിലാപം ആചരിച്ചു. തുടർന്ന് പറയുകയാണ്, 3 ആഴ്ചക്കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കിയെന്നല്ല പറയുന്നത്, പക്ഷേ കഴിക്കുന്ന ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റ് ആവശ്യങ്ങളിൽ വലിയ മിതത്വം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ ശരീരത്തിൻ്റെ ആവശ്യങ്ങളിൽ നമ്മൾ കാണിക്കേണ്ട മിതത്വത്തെക്കുറിച്ചാണ് ഈ ദാനിയേൽ പ്രവാചകൻ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് ദാനിയേലും തൻ്റെ ശരീരത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, മിതത്വം അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയപ്പോൾ പ്രിയപ്പെട്ടവരെ വലിയ മാറ്റമാണ് സംഭവിക്കുന്നത്. തുടർന്ന് ദൈവം തന്നെ നേരിട്ട് ദാനിയേലിന് പ്രത്യക്ഷപ്പെടുകയാണ്. ജനക്കൂട്ടം മുഴുവൻ നിന്നിട്ടും ദാനിയേൽ മാത്രമാണ് ദൈവത്തെ മുഖാഭിമുഖം കാണുന്നതാണ് വചനം പറയുന്നത്. ഞാൻ മാത്രം ഈ ദർശനം കണ്ടു, 7-ാമത്തെ വാക്യം. തുടർന്ന് ഈ ദൈവം ദാനിയേലിനെ വിളിക്കുന്നൊരു വചനമുണ്ട്. എങ്ങനെയാണ്? 11-ാമത്തെ വാക്യം: എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ, എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ശരീരത്തിൽ വേദനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറുന്നു എന്നുള്ളതാണ് ദാനിയേൽ പ്രവാചകന്റെ ജീവിതം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ദാനിയേലിനെ പോലെ ശരീരത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ നമുക്കും സാധിക്കട്ടെ എന്നുള്ളതാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത്. തുടർന്ന് 12-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ദാനിയേലേ, നീ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ
എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ പ്രാർത്ഥന കേൾക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നമ്മളെ തന്നെ എളിമപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതക്രമത്തിൽ ഒരു മിതത്വം പാലിക്കുക, ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീണ്ടും ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലേക്കാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഗത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അവിടെ വചനം പറയുന്നു, 41-ാമത്തെ വാക്യം, അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. ഈശോ എന്താണ് പ്രാർത്ഥിച്ചത്? പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ. ഈശോയും വലിയ ത്യാഗത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? മുട്ടിന്മേൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. വലിയ ത്യാഗം ആ ശരീരത്തിൽ ഈശോ ഏറ്റെടുക്കുന്നുണ്ട്. ശിഷ്യന്മാരുടെ കൂടെയാണ് ഈശോ പോയത്, പക്ഷേ ശിഷ്യന്മാരൊക്കെ കിടന്ന് ഉറങ്ങിപ്പോയി. ഈശോയും ഉറക്കം വരുന്നുണ്ട്, ഈശോയ്ക്കും വലിയ ക്ഷീണമുണ്ട്. നമുക്കറിയാം, ആ ഒരു അവസ്ഥ അറിയാം, ഗത്സമനിയിലുള്ള അവസ്ഥ. പക്ഷേ എല്ലാ ക്ഷീണവും എല്ലാ ഭാരവും മാറ്റിവെച്ചിട്ടാണ് ഈശോ പിതാവുമായിട്ടുള്ള ഗാഢമായ വ്യക്തിപരമായ ബന്ധത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്നുള്ളതാണ് വലിയൊരു കാര്യം. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഈശോ ഉപവസിച്ച് പ്രാർത്ഥിച്ചല്ലോ, അല്ലെങ്കിൽ ഈശോ ത്യാഗമെടുത്ത് ഗത്സമനിയിൽ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈശോയുടെ പ്രാർത്ഥന കേൾക്കാതെ പോയത് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കേൾക്കാതെ പോയിട്ടില്ല. ഒരു പക്ഷേ ജീവിതത്തിലെ പാനപാത്രം മാറിപ്പോയില്ലെങ്കിലും ഒരു മാലാഖയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഈശോയുടെ പ്രാർത്ഥന അവസാനിച്ചപ്പോൾ വചനം പറയുന്നു, അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദൈവം ഒരു മാലാഖയെ അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ വലിയൊരു പ്രതിഫലനമാണ്, ഒരു എഫക്റ്റാണ് ഒരു മാലാഖയെ അയച്ചത്. ഈശോ ആശ്വസിപ്പിക്കുകയാണ് ആ മാലാഖ. തുടർന്ന് വചനം പറയുന്നു, അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. അതുകൊണ്ട് ഈശോയും നമുക്ക് വലിയ മാതൃക തന്നിട്ടുണ്ടല്ലോ. 40 ദിനരാത്രങ്ങളാണ് ഈശോയും ഉപവസിച്ച് പ്രാർത്ഥിച്ചതെന്നുള്ളതാണ്. വീണ്ടും നമുക്കറിയാം, ഈ യോനാ പ്രവാചകനെ കുറിച്ച് അറിയാം. അദ്ദേഹം പോയ നിനവേ നഗരമുണ്ടല്ലോ, ആ നിനവേ നഗരത്തിലെ ജനങ്ങളോട് കുറേ വട്ടം പറഞ്ഞു, അല്ലേ, നിങ്ങൾ അനുതപിക്കണം. അവർ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ പിന്നീട് അവർ ഈ യോനാ പ്രവാചകൻ്റെ വാക്കുകൾ കേട്ട് ഈ നിനവേയിലെ മുഴുവൻ ജനങ്ങളും രാജാവും ജനങ്ങളും ഉൾപ്പെടെ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിക്കുന്നതായിട്ട് നമ്മൾ വചനത്തിൽ വായിച്ച് കേൾക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ചാക്കുടുത്ത് ചാരം പൂശിയ പ്രാർത്ഥിച്ച ആ ജനത്തെ, നിനവേ നഗരത്തെ മുഴുവൻ വലിയ തകർച്ചകളിൽ നിന്നാണ് ദൈവം രക്ഷിച്ചത് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ, നമ്മൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചാൽ, നമ്മൾ ശരീരത്തിൽ വേദനിച്ച് പ്രാർത്ഥിച്ചാൽ, അതിൻ്റെ കൃപ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മളായിരിക്കുന്ന ദേശത്തും ഒക്കെ ദൈവം സമൃദ്ധമായി ഒഴുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, അതായത് ഭക്ഷണത്തിൽ നോമ്പെടുക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, മനസ്സ് നന്നായാലും മതി, പോരാ. മനസ്സ് നന്നായാൽ മാത്രം പോരാ, ഭക്ഷണത്തിലും കൂടെ നോമ്പെടുക്കുന്നത്, ശരീരത്തിലും കൂടെ സഹിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് സാധാരണ ഇതിലുള്ള പ്രാർത്ഥനയിൽ നിന്ന് വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നതിൽ നിന്നും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിൽ നിന്നും വലിയ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിയോഗങ്ങളൊക്കെ നമ്മളൊന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് നോക്കിയേ, വലിയ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച അട്ടപ്പാടി സിഹിയോണിൽ വൈദികരുടെ ധ്യാനത്തിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട ബിനോയ്സിനാണ് ക്ലാസ്സുകൾ നയിച്ചത്. അപ്പോൾ അച്ഛൻ്റെ ജീവിതത്തിലെ വലിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അച്ഛൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം നടക്കാണ്ടാവുമ്പോൾ അച്ഛൻ ഉപവസിച്ച് പ്രാർത്ഥിക്കും, പെട്ടെന്ന് അതിൻ്റെ എഫക്റ്റ് കിട്ടുമെന്ന് അച്ഛൻ പറയുമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കല്ലിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചരലിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരുണ്ട്, വേദനിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ചെറിയ എഫക്റ്റ് അല്ല, വലിയൊരു പ്രതിഫലമാണ് തമ്പുരാൻ നമുക്ക് നൽകുക.
ഇനി നമ്മുടെ വചനവിചിന്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ഭക്ഷണത്തിൽ എടുക്കുന്ന നോമ്പ് മാത്രമാണോ പ്രധാനപ്പെട്ട കാര്യം? നോമ്പ് അല്ലെങ്കിൽ ഉപവാസം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്? ഭക്ഷണത്തിലെടുക്കുന്ന നോമ്പാണ് അല്ലേ? പക്ഷേ ഭക്ഷണത്തിൽ മാത്രം നോമ്പെടുത്താൽ പോരാ. ഇവിടെയാണ് നമ്മുടെ പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയുടെ ഈ വർഷത്തെ നോമ്പുകാല സന്ദേശം ഏറെ പ്രസക്തമായിട്ട് മാറുന്നത്. മാർപ്പാപ്പ പറയുന്നൊരു കാര്യം, ഭക്ഷണത്തിൽ നമ്മൾ നോമ്പെടുക്കണം, പക്ഷേ ഭക്ഷണത്തിൽ മാത്രം നോമ്പെടുത്താൽ പോരാ, മറിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകളിൽ നിന്ന്, പരുഷമായ വാക്കുകളിൽ നിന്ന്, കുത്തുവാക്കുകളിൽ നിന്ന്, കൂട്ടം കൂടിയുള്ള നമ്മുടെ വിധിക്കലുകളിൽ നിന്ന്, വിമർശനങ്ങളിൽ നിന്ന്, കുറ്റപ്പെടുത്തലുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അതിൽ നിന്നുകൂടെ നോമ്പെടുക്കണമെന്ന് ഈശോ പറയുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അല്ലെങ്കിൽ അപ്പച്ചന്മാരൊക്കെ ആണെങ്കിൽ മദ്യപാനത്തിൽ നിന്ന്, സ്ഥിരമായി മദ്യപിക്കുന്നവരാണെങ്കിൽ മദ്യപാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ പുകവലി എന്ന ശീലത്തിൽ നിന്ന്, അല്ലെങ്കിൽ മയക്കുമരുന്നിൽ നിന്ന്, ഞാൻ എന്തിനാണോ അഡിക്റ്റഡ് ആയിരിക്കുന്നത് അതിൽ നിന്ന് ഒരു 50 ദിവസത്തേക്ക് നോമ്പെടുക്കാൻ എനിക്ക് സാധിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വലിയ അത്ഭുതമാണ് സംഭവിക്കുന്നത്. അതല്ലാതെ നമ്മൾ ഭക്ഷണത്തിൽ മാത്രം നോമ്പെടുത്തത് കൊണ്ട് മാത്രമായില്ല എന്നുള്ളതാണ് ഈ വചനം നമ്മൾ ഓർപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്കാണ്. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ ആദ്യത്തെ വചനങ്ങളിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ എന്തിനു ഉപവസിച്ചു, അങ്ങത് കാണുന്നില്ലല്ലോ. ഞങ്ങൾ എന്തിനു ഉപവസിച്ചു, അങ്ങത് കാണുന്നില്ലല്ലോ. തുടർന്ന് പറയുകയാണ്, ഉപവസിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സുഖമാണ് തേടുന്നത്. കുറ്റപ്പെടുത്തുകയാണ് ഈശോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആശകൾക്ക് വേണ്ടി മാത്രമാണ് ഉപവസിക്കുന്നതെങ്കിൽ അവിടെ ദൈവത്തിന് പ്രീതി ഉണ്ടാവില്ല. ഒരിക്കലും ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, നോമ്പൊക്കെ എടുക്കുന്നില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ വയറൊക്കെ ഒന്ന് കുറയ്ക്കണം അച്ഛാ, അതുകൊണ്ട് നോമ്പെടുക്കണം. അല്ലെങ്കിൽ ഭയങ്കര ഹൈ ഷുഗറാണ്, അതുകൊണ്ട് ഞാനിപ്രാവശ്യം ചായയിലൊന്നും പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടല്ല ഞാൻ നോമ്പെടുക്കേണ്ടത്. എൻ്റെ ഷുഗർ കുറയാനോ, എൻ്റെ കൊളസ്ട്രോൾ കുറയാനോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ എൻ്റെ വണ്ണം കുറയാനോ വേണ്ടിയിട്ടല്ല എന്ന് ഞാൻ നോമ്പെടുക്കേണ്ടത്. മറിച്ച് എൻ്റെ ജീവിതത്തിലെ ചില കുറവുകൾ, ചില പാളിച്ചകൾ, ചില ബലഹീനതകൾ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നോമ്പെടുക്കേണ്ടതെന്നുള്ളതാണ് ഈശോ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, തുടർന്ന് യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുകയാണ്, എന്താണ് യഥാർത്ഥമായിട്ടുള്ള ഉപവാസം എന്ന് 58-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. യഥാർത്ഥമായ ഉപവാസം എന്താണ് എന്നുള്ളത് ഈ പ്രവാചകന്റെ പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഉപവാസം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ അവരുടെ കൂടെ ആയിരിക്കലും കൂടെയാണെന്നുള്ളതാണ് ഈ ഉപവാസത്തിൻ്റെ എഫക്റ്റായിട്ട് വരേണ്ടത്. ഈ ഉപവാസവും നോമ്പും ഞാൻ എടുക്കേണ്ടത് എൻ്റെ വ്യക്തിപരമായ ആശകളോ അഭിലാഷങ്ങളോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമായിരിക്കരുത്, മറിച്ച് അതിനേക്കാൾ ഉപരിയായി എൻ്റെ ഉപവാസം മറ്റുള്ളവരുടെ കൂടെ ഉയർച്ചയ്ക്കായിരിക്കണം, മറ്റുള്ളവരുടെ കൂടെ വിശുദ്ധീകരണത്തിനായിരിക്കണം. എല്ലാത്തിനുപരി എൻ്റെ തന്നെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നോമ്പെടുക്കുന്നത്, ഉപവാസം എടുക്കുന്നത് എന്നുള്ളതിൽ വലിയ ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാകേണ്ടതെന്നുള്ളതാണ്. തുടർന്ന് 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വചനം പറയുന്നു, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി നൽകും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി നൽകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അതായത് വിശുദ്ധമായ ഒരു മനസ്സോടുകൂടെ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരമരുളെന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉപവാസവും നമ്മുടെ നോമ്പുമൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ചോദിക്കേണ്ടത്. നമ്മൾ നന്നായിട്ട് ഉപവസിക്കുകയും എന്നാൽ
ജീവിതത്തെ ഇഷ്ടമുള്ള പോലെ വിടുകയും ചെയ്താൽ കാര്യമില്ല. നമ്മുടെ ഉപവാസവും നമ്മുടെ ജീവിതക്രമങ്ങളും ഒരുമിച്ച് ചേർന്ന് പോകണം എന്നുള്ളതാണ് ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ചൈതന്യത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ധ്യാനിച്ചത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത് നമ്മൾ നടത്തുന്ന യാത്രകളെക്കുറിച്ചാണ്. നോമ്പ് ഒരു ആത്മീയ തീർത്ഥയാത്രയാണ്. ഈ യാത്ര നമ്മൾ നടത്തുന്നത് ദൈവത്തിലേക്കാണ്, സഹോദരങ്ങളിലേക്കാണ്, എന്നിലേക്ക് തന്നെയാണ്. ആ യാത്രകളുടെ ഏറ്റവും പ്രഥമമായ ലക്ഷ്യമെന്താണ്? അത് റിട്ടേൺ ടു ദ ഫസ്റ്റ് ലവ്, ആദ്യ സ്നേഹത്തിലേക്ക് തിരികെ നടക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ വേദനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ മാറ്റത്തെ പറ്റിയാണ്. മോശയെ നമ്മൾ കണ്ടു, ദാനിയേൽ പ്രവാചകനെ നമ്മൾ കണ്ടു, നിനവേക്കാരെ നമ്മൾ കണ്ടു, ഈശോയുടെ ഗത്സമനയിലെ പ്രാർത്ഥന നമ്മൾ കണ്ടു. അപ്പോൾ ശരീരത്തിൽ വേദനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് വലിയൊരു പ്രതിഫലം തമ്പുരാൻ തരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്നാണ് നമ്മൾ കണ്ടത്. വീണ്ടും നമ്മൾ 3-ാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മൾ കണ്ടത്, മനസ്സിലാക്കിയത് പ്രധാനമായിട്ടും ഭക്ഷണത്തിൽ മാത്രമല്ല നമ്മൾ നോമ്പെടുക്കേണ്ടത്, മറിച്ച് നമ്മുടെ മാർപ്പാപ്പ ലിയോ പാപ്പ പറയുന്നത് പോലെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന വാക്കുകളിൽ നിന്ന് ഒക്കെ നമ്മൾ നോമ്പെടുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നോമ്പ് കാലം ഏറ്റവും വിശുദ്ധമായ ഒരു നോമ്പ് കാലമാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും ആശംസയും. എല്ലാവർക്കും വിശുദ്ധമായിട്ടുള്ളൊരു നോമ്പ് കാലം നേരുകയാണ്. നമുക്കെല്ലാവർക്കും ഒന്ന് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, പരിശുദ്ധമായ ഈ നോമ്പിലൂടെ ഞങ്ങൾ കടന്നു പോകുന്ന ഈ അവസരത്തിൽ ഞങ്ങൾ ഒരു യാത്ര നടത്തുകയാണ്, ഒരു ആത്മീയ തീർത്ഥയാത്ര. ദൈവസ്നേഹത്തിലേക്ക്, സഹോദര സ്നേഹത്തിലേക്ക്, ഞങ്ങളോട് തന്നെയുള്ള സ്നേഹത്തിലേക്കുള്ള ആ യാത്രയുടെ വലിയ ലക്ഷ്യം ആ ആദ്യ സ്നേഹത്തിലേക്ക് തിരികെ നടക്കലാണല്ലോ. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ആ നന്മകളിലേക്ക്, ഞങ്ങൾക്കുണ്ടായിരുന്ന ആ സുഹൃതങ്ങളിലേക്ക് തിരികെ നടക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. നിങ്ങൾ എളിമയോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ശരീരത്തിൽ സഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, വേദനിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന വലിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ച്, ദൈവിക കൃപയെക്കുറിച്ച് അങ്ങ് ഞങ്ങളെ ബോധ്യപ്പെടുത്തി. ഞങ്ങളുടെ ജീവിതത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ, വേദനിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സഹോദരങ്ങളോട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അനുകമ്പയോടെ സംസാരിക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ ഈ നോമ്പ് കാലഘട്ടം ഞങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, മറ്റുള്ളവരെ ആദരിക്കുന്ന നല്ല വാക്കുകൾ പറഞ്ഞ് അങ്ങനെയുള്ള ഒരു സ്വഭാവ രീതി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ജീവിതക്രമമായി മാറുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ എളിമയോട് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.